നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുക BJP ആയിരിക്കും. ദക്ഷിണേന്ത്യയിൽ നടന്നാലും ഉത്തരേന്ത്യയിൽ നടന്നാലും രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നടന്നാലും BJP അതിൽ നിർണായകമായ ഒരു സ്ഥാനം ഉറപ്പിക്കും. അല്ലെങ്കിൽ ഫലം വരുമ്പോൾ BJP ആയിരിക്കും വിക്ടോറിയസ് ആയിട്ടുള്ള പാർട്ടി എന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും മാറ്റമില്ല. അതുപോലെ കാരണം കേരളം, തമിഴ്നാട് പോലെയുള്ള, ബംഗാൾ പോലെയുള്ള BJP ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ BJP ഭരണത്തിലുണ്ടായിരുന്നത് അസമിൽ മാത്രമായിരുന്നു. അസമിൽ BJPക്ക് യാതൊരു ഭീഷണിയുമില്ല. കോൺഗ്രസ്സിന് അസമിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ BJPയെ അസമിൽ നിന്നും, അസമിലെ അധികാര കസേരയിൽ നിന്നും മാറ്റാനായി വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയിരുന്നു. ആ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടുകൂടി അസമിൽ BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി കണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നത് ബംഗാളിൽ BJP നേടിയ വിജയമാണ്. ആകെ മൊത്തം ഒരു തുക എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ BJP 0-ൽ നിന്ന് 3 സീറ്റുകൾ നേടിയത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം നൽകുന്നതാണ്. തമിഴ്നാട്ടിൽ DMK ഭരണം അവസാനിച്ചു എന്നുള്ളതല്ലാതെ BJPക്ക് അവിടെ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ബംഗാളിലും അസമിലും അതല്ല സ്ഥിതി. അസമിൽ BJPയുടെ തിളക്കമാർന്ന വിജയം വീണ്ടും ആവർത്തിക്കുന്നു. ബംഗാളിൽ അവർ ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ വെറും 3 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായത്. 2021 തെരഞ്ഞെടുപ്പിൽ ആ സീറ്റുകളുടെ എണ്ണം അവർ 77 വർദ്ധിപ്പിച്ചു. ഈ 77 ഇന്നിപ്പോൾ 206 അവർ വർദ്ധിപ്പിച്ചത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് BJP ബംഗാളിൽ ഭരണത്തിൽ വരുന്നത്, അതും തിളക്കമാർന്ന വിജയത്തോടുകൂടി. അതുകൊണ്ട് തന്നെ അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബംഗാളിലും മുഖ്യമന്ത്രിയാവുക സുവേന്ദു അധികാരി എന്ന വ്യക്തി തന്നെ ആയിരിക്കും എന്നതാണ് സൂചന. അതായത് സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സുവേന്ദു അധികാരിയുടെ പോരാട്ടമാണ് BJPയെ അധികാരത്തിൽ എത്തിക്കാൻ സഹായിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹം നേടിയ 2 വിജയങ്ങൾ, അത് വളരെ നന്ദിഗ്രാമിലും അതുപോലെ തന്നെ ഭവാനിപ്പൂരിലും നേടിയ വിജയങ്ങൾ BJP പ്രവർത്തകരെ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു. ഈ വിജയങ്ങൾ പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പ് സുവേന്ദു അധികാരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നേടിയ വിജയത്തെക്കുറിച്ച് നമ്മളൊന്ന് കാണണം. സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അവിടെ നിന്നും മമതയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് BJPയിലേക്ക് വന്നത്. BJPയിൽ വന്നതിന് ശേഷം ആദ്യമായി നന്ദിഗ്രാമിൽ അദ്ദേഹം മത്സരിച്ചു. നന്ദിഗ്രാം MLA തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ BJP വന്നതിന് ശേഷം BJP സ്ഥാനാർത്ഥിയായി 2021 ആദ്യമായി നന്ദിഗ്രാമിൽ മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ വിട്ട് BJPയിലേക്ക് വന്ന സുവേന്ദു അധികാരിക്ക് മേൽ മമതയുടെ വലിയ പകയുണ്ടായിരുന്നു. ഈ പക വിട്ടാനായി, സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാനായി, സുവേന്ദു അധികാരിയെ പാഠം പഠിപ്പിക്കാനായി കഴിഞ്ഞ തവണ മമത ഒരു കടുംകൈ ചെയ്തു. അത് മറ്റൊന്നുമല്ല, ഭവാനിപ്പൂർ MLA ആയിരുന്ന മമതാ ബാനർജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭവാനിപ്പൂർ മണ്ഡലം മറ്റൊരാളെ ഏൽപ്പിച്ചതിന് ശേഷം നന്ദിഗ്രാമിലേക്ക് വന്ന് സുവേന്ദു അധികാരിക്കെതിരെ മത്സരിച്ചു. അതായത് സുവേന്ദു അധികാരിയെ എങ്ങനെയും തോൽപ്പിക്കുക, ഞാനാണോ സുവേന്ദു അധികാരിയാണോ വലുത് എന്ന് ബംഗാൾ ജനതയ്ക്ക് കാട്ടിക്കൊടുക്കുക, അതായിരുന്നു മമതയുടെ ഉദ്ദേശം. മമതയ്ക്ക് വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. മമതാ ബാനർജി വിചാരിച്ചത് നിഷ്പ്രയാസം സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാമെന്നാണ്. പക്ഷേ അവിടെ വലിയ രീതിയിൽ നാണം കെട്ടത് മമതാ ബാനർജി ആയിരുന്നു. 1500-ൽ പരം വോട്ടുകൾക്കാണെങ്കിൽ പോലും നന്ദിഗ്രാമിൽ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയെ സുവേന്ദു അധികാരി മലർത്തിയടിച്ചു. ഇത് വല്ലാത്തൊരു ഷോക്കാണ് തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തൃണമൂൽ കോൺഗ്രസ് 2021 തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി പരാജയപ്പെട്ടുപോയി. മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിയതാകട്ടെ ഇത് സുവേന്ദു അധികാരിയാണ്. അതിൽ വീണ്ടും അവർക്ക് വല്ലാത്ത പക വർദ്ധിച്ചതേയുള്ളൂ. പിന്നീട് ഭവാനിപ്പൂരിൽ തിരിച്ചെത്തി അവിടെയുള്ള MLA കൊണ്ട് രാജിവയ്പ്പിച്ച് പിന്നീട് അവിടെ ബൈ ഇലക്ഷനിലൂടെ ജയിച്ചു വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി പദം നിലനിർത്താൻ മമതാ ബാനർജിക്ക് സാധിച്ചത്. ഇത്തവണ പക്ഷേ സുവേന്ദു അധികാരിയുടെ ഊഴമായിരുന്നു. തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിറപ്പിക്കാനായി, നാണം കെടുത്താനായി, പരാജയപ്പെടുത്താനായി ഭവാനിപ്പൂർ എന്ന സുരക്ഷിത സ്വന്തം മണ്ഡലം ഉപേക്ഷിച്ച് തൻ്റെ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ച മമതാ ബാനർജിക്ക് തിരിച്ചടി നൽകാൻ, അവരോട് പകരം വീട്ടാൻ ഇന്ന് ഈ സുവേന്ദു അധികാരി വീണ്ടും ശ്രമിച്ചു. അതായത് സുവേന്ദു അധികാരി നന്ദിഗ്രാം MLA ആണ്.
നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മത്സരിക്കുന്നുണ്ട്. ഭവാനിപ്പൂർ മത്സരിക്കുന്ന മമതാ ബാനർജിയെ കൂടി തനിക്ക് നേരിടണം എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് സുവേന്ദു അധികാരി ഇത്തവണ നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും മത്സരിച്ചത്. മമതാ ബാനർജിയെ തോൽപ്പിക്കും, പാർട്ടിയെ മാത്രം തോൽപ്പിച്ചാൽ പോരാ, മുഖ്യമന്ത്രിയെ തോൽപ്പിച്ച് തന്നെ തനിക്ക് അധികാരത്തിൽ വരണം എന്ന് കൃത്യമായ ഒരു ധാരണ, കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുമെല്ലാം ഈ സുവേന്ദു അധികാരിക്കുണ്ടായിരുന്നു. ഭവാനിപ്പൂരിൽ ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ പോലും സ്വപ്നം കാണാൻ പോലും ആർക്കും കഴിയില്ലായിരുന്നു. കാരണം മമതാ ബാനർജിയുടെ ഉറച്ച മണ്ഡലം. എന്നാൽ ഇത്തവണ ഭവാനിപ്പൂരിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി സുവേന്ദു അധികാരി വിജയിച്ചു. അതായത് രണ്ടാം തവണയാണ് മമതാ ബാനർജിയെ സുവേന്ദു അധികാരി മലർത്തി അടിക്കുന്നത്. ആദ്യം 1500 വോട്ടുകൾക്കായിരുന്നുവെങ്കിൽ ഇത്തവണ 15000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഭവാനിപ്പൂരിൽ സുവേന്ദു അധികാരി വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം രാഷ്ട്രീയ ചങ്കൂറ്റമുള്ള വ്യക്തിയെ എങ്ങനെയാണ് BJP മുഖ്യമന്ത്രിയാക്കാതിരിക്കുക? കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ഹിമന്ത ബിശ്വ ശർമ്മയാണ് പിന്നീട് അസമിൽ BJPയുടെ മുഖ്യമന്ത്രിയായി മാറിയത്. അസം BJPക്ക് വേണ്ടി പിടിച്ചു നിർത്തിയ അസമിനെ BJPയുടെ ഉരുക്ക് കോട്ടയാക്കി മാറ്റിയത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അതിനുള്ള എല്ലാ ആദരവും BJP ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. അതേ ആദരവാണ് BJP ഇപ്പോൾ ബംഗാളിൽ സുവേന്ദു അധികാരിക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തറപ്പിച്ച് പറയാം, സുവേന്ദു അധികാരിയുടെ ഉദയം അത് ഇന്ന് തന്നെ ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനാണ് BJPയുടെ തീരുമാനം. അതുകൊണ്ട് നടപടിക്രമങ്ങൾ അവർ വേഗത്തിലാക്കുകയാണ്. എത്രയും പെട്ടെന്ന് സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് വീണ്ടും ഒരു ചരിത്രം കുറിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് BJPക്ക് ഇപ്പോഴുള്ളത്. BJPയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതായത് ഒരു മുഖ്യമന്ത്രി കൂടി BJPക്ക് വേണ്ടി അല്ലെങ്കിൽ BJP നേതൃനിരയിലേക്ക് ഒരാൾ കൂടി ഉയർന്നു വരികയാണ്. ധൈര്യത്തിൻ്റെ ചിഹ്നമായ രാഷ്ട്രീയ ചങ്കൂറ്റത്തിൻ്റെ പ്രതീകമായി സുവേന്ദു അധികാരി ബംഗാളിൽ നിന്നും BJP മുഖ്യമന്ത്രിയായി ഉടൻ ഉദിച്ചുയരുമെന്നാണ് പ്രതീക്ഷ.